ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം കരതലേ വേണും കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ച കലയൻ കണ്ഠേ ച മുക്താവലിം ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂഡാമണിഃ. ഏവം ച ദ്വിപരാർദ്ധകാലവിഗതൗ ഈക്ഷാംസി സൃക്ഷാത്മികാം ബിഭ്രാണേ ത്വയി ചുക്ഷുഭേ ത്രിഭുവനീഭാവായ മായാ സ്വയം മായാദ ഖലു കാലശക്തിരഖിലാദൃഷ്ടം സ്വഭാവോപി ച പ്രാദുർഭൂയ ഗുണാൻ വികാസ്യ വിദധു തസ്യാ സഹായക്രിയാം. നാരായണീയ പഠന ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളങ്ങനെ 5ാമത്തെ ദശകത്തിൽ 3 ശ്ലോകം പഠിച്ചു കഴിഞ്ഞു. അതായത് 3ാമത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ഏവം ച ദ്വിപരാർദ്ധകാല വിഗതൗ ഈക്ഷാം സിസൃക്ഷാത്മിക. അല്ലേ, ഭഗവാനിലെല്ലാം ലയിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു ബ്രഹ്മായുസ് കഴിഞ്ഞു. ദ്വിപരാർദ്ധകാലം, 2 പരാർദ്ധം കഴിഞ്ഞു എന്ന് വെച്ചാൽ ബ്രഹ്മാവിൻ്റെ ഒരു ആയുഷ്കാലം കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിരുന്നു എത്ര വർഷമാണ് ഈ കാലമെന്ന്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ തന്നെ നമുക്കറിയാലോ, ഒരു പ്രാവശ്യം ഭൂമി ഇങ്ങനെ തിരിയുന്നതാണ് നമ്മുടെ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ സൂര്യന് ചുറ്റും ഒരു വട്ടം എത്തുമ്പോൾ ഒരു വർഷം എന്ന് പറയുന്നു. അപ്പം 365 ദിവസമേ ആവുന്നുള്ളൂ. അങ്ങനെ കണക്ക് കൂട്ടി എന്ന് പറയുമ്പോൾ ഒരു ദേവന്മാരുടെ വർഷം എത്രയാണ്, അങ്ങനെ കണക്ക് കൂട്ടി വരുമ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു വ്യക്തമായിട്ട് ദ്വിപരാർദ്ധം, 2 പരാർദ്ധകാലമാണ് ബ്രഹ്മാവിൻ്റെ ആയുസ്. അത്രയും കാലം ഭഗവാൻ ഇങ്ങനെ സ്വന്തം ചില്ലീലയിൽ അങ്ങനെ ലയിച്ചിരുന്നു. എല്ലാം ഭഗവാനിൽ ലയിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സൃഷ്ടിക്കാൻ തുടങ്ങാൻ പോവാണ് കേട്ടോ. സൃഷ്ടിക്കാനായിട്ട് തുടങ്ങുകയാണ്. അദ്ദേഹം കണ്ണൊന്നിങ്ങനെ തുറന്നു. ഈ സമയത്ത് മായ സൃഷ്ടിക്കാനായിട്ട് മായയും കൂടി സഹായിക്കുന്നുണ്ട്. മായയും ചുക്ഷുഭേ, മായ ക്ഷോഭിച്ചു. മായ എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിൽ കാണുന്ന അസ്ഥിരമായ, നമുക്ക് തോന്നിപ്പിക്കുന്നതാണ് മായ എന്ന് പറയുന്നത്. അല്ലേ, അവിടെ അതുണ്ട് ഇതുണ്ടെന്ന് തോന്നും, അതൊക്കെ മായയാണ്. മായ ഇങ്ങനെ ക്ഷോഭിച്ച് വശായി. ആ മായ സൃഷ്ടിക്കാനായിട്ട് സഹായം ഉണ്ട് കേട്ടോ. മായയ്ക്ക് അദ്ദേഹം ഭഗവാനും സഹായം ചെയ്യുന്നുണ്ട്. അങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ്. സൃഷ്ടിക്കാൻ തുടങ്ങുമ്പോൾ അടുത്ത ശ്ലോകമാണ് നോക്കാം കേട്ടോ. മായാ സന്നിഹിതോ അപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജത് യോസൗ മഹാനുച്യതേ എന്നാണ് അടുത്ത ശ്ലോകം. അതിൽ സൃഷ്ടി നടക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. ആദ്യം പ്രകൃതി സൃഷ്ടിച്ചു. ജീവജാലങ്ങൾ മനുഷ്യരായിട്ടും മറ്റ് മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടൊക്കെ പലതരത്തിലുള്ള ജീവജാലങ്ങൾ സൃഷ്ടിക്കുകയാണ്. ഓരോ സൃഷ്ടിയിലേക്കും ജീവനായിട്ട് അങ്ങ് പ്രവേശിക്കുകയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ എന്നൊക്കെ ഉണ്ടല്ലോ. അനന്തമായ ശക്തിയുള്ള സൂര്യനും ചന്ദ്രനൊക്കെയാണ്. ആ സൂര്യനെ നമുക്ക് അങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും, മുകളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ആ സൂര്യൻ അവിടെ നിന്നിട്ട് താഴേക്ക് ഇങ്ങനെ ഒരു ജലാശയം, ഇവിടെ ഒരു കുടത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. ആ കുടത്തിലെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയാൽ ആ കുടത്തിൽ സൂര്യനെ കാണാം. വലിയൊരു വട്ടപാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുകയാണ്. അതിലേക്ക് നോക്കിയാലും സൂര്യനെ കാണാം. ഒരു വലിയ കുളമുണ്ട്, ആ കുളത്തിലേക്ക് നോക്കിയാലും സൂര്യനെ കാണാം. ഒരു അഴുക്ക് ചാലുണ്ട്, അതിലേക്ക് നോക്കിയാലും സൂര്യനെ കാണാം.
പക്ഷേ ഇതൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ സൂര്യൻ അവിടെ കാണൂല. അപ്പം ഈ സൂര്യനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള സൂര്യൻ, കുളത്തിലെ സൂര്യനും നദിയിലെ സൂര്യനും വെവ്വേറെയുള്ള സൂര്യന്മാരല്ല. എല്ലാം എന്താണ്? ആ യഥാർത്ഥ സൂര്യൻ്റെ പ്രതിബിംബങ്ങൾ മാത്രമാണ്. അതിവിടെ അങ്ങനെ തന്നെയാണ്. നമ്മളെപ്പോലുള്ള ജീവജാലങ്ങൾ ഒരുപാടുണ്ട്. മനുഷ്യരായിട്ടും മൃഗങ്ങളായിട്ടും, അല്ലെങ്കിൽ ഒരുപാട് മനുഷ്യന്മാരുണ്ട്, ഒരുപാട് മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട് എന്ന് പറഞ്ഞ സൃഷ്ടിജാലങ്ങൾ ഒരുപാടുണ്ടല്ലോ. അതിലൊക്കെ ജീവനുണ്ട്. ആ ജീവൻ എല്ലാം അങ്ങയുടെ ആ മഹത് ചൈതന്യത്തിൻ്റെ, ഈശ്വര ചൈതന്യത്തിൻ്റെ പ്രതിബിംബമാണെന്നാണ് പറയണത്. നൈവ അപരഹ, വേറെ ആരുമല്ലാന്ന്. നമുക്ക് നോക്കാട്ടോ ശ്ലോകം വായിച്ചിട്ട് പദച്ഛേദം ചെയ്ത് അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കടക്കാം വ്യക്തമായിട്ട്. ഓക്കെ. മായാസന്നിഹിതോപ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപരഃ കാലാദിപ്രതിബോധിതാധ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാസാ ഖലു ബുദ്ധിതത്വമസൃജദ്യോസൗ മഹാനുച്യത്തെ. പദങ്ങൾ മുറിച്ച് പറയാം. മായാസന്നിഹിതഃ പ്ലസ് അപ്രവിഷ്ടവപുഷ. മായാസന്നിഹിതോപ്രവിഷ്ടവപുഷ. ഇവിടെ ഈ എഫ് പോലുള്ള ചിഹ്നം അത് ആ എന്ന അക്ഷരത്തെ കുറിക്കുന്നു. മായാസന്നിഹിതോ എന്നത് സന്നിഹിതഃ എന്നാവും. അടുത്തത് അപ്രവിഷ്ടവപുഷ. മായാസന്നിഹിതഃ പ്ലസ് അപ്രവിഷ്ടവപുഷ. മായാസന്നിഹിതോപ്രവിഷ്ടവപുഷ. സാക്ഷീതി, സാക്ഷി പ്ലസ് ഇതി സാക്ഷീതി. ഗീതഃ പ്ലസ് ഭവാൻ ഗീതോ ഭവാൻ. ഗീതഃ പ്ലസ് ഭവാൻ ഗീതോ ഭവാൻ. ഭേദൈഃ പ്ലസ് താം ഭേദൈസ്താം. പ്രതിബിംബതഃ പ്ലസ് വിവിശിവാൻ പ്രതിബിംബതോ വിവിശിവാൻ. ജീവഃ പ്ലസ് അപി ജീവോപി. നൈവാപരഃ ന പ്ലസ് ഏവ പ്ലസ് അപരഃ നൈവാപരഃ. ന പ്ലസ് ഏവ നൈവ പ്ലസ് അപരഃ നൈവാപരഃ. സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വം പ്ലസ് അസൃജത് പ്ലസ് യഹ പ്ലസ് അസൗ. ബുദ്ധിതത്വമസൃജദ്യോസൗ. ഒന്നുകൂടി പറയാം. ബുദ്ധിതത്വം പ്ലസ് അസൃജത്. ബുദ്ധിതത്വമസൃജത്. ദ് പ്ലസ് യാണ് ദ്യാ വരുന്നത്. ബുദ്ധിതത്വമസൃജത് പ്ലസ് യഹ ബുദ്ധിതത്വമസൃജദ്യോ പ്ലസ് അസൗ. ബുദ്ധിതത്വമസൃജദ്യോസൗ. ബുദ്ധിതത്വം പ്ലസ് അസൃജത് പ്ലസ് യഹ പ്ലസ് അസൗ. മഹാൻ പ്ലസ് ഉച്യതേ മഹാനുച്യതേ. ഇനി നമുക്കിതിൻ്റെ അർത്ഥങ്ങൾ നോക്കാം. മായാസന്നിഹിതഃ, മായയിൽ സന്നിധാനം മാത്രം ചെയ്യുന്നവൻ. മായയിൽ സന്നിധാനം ചെയ്യുന്നു, ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്രവിഷ്ടവപുഷ, പ്രവിഷ്ടം പ്രവേശിക്കപ്പെടുന്നത്, അപ്രവിഷ്ടം പ്രവേശിക്കപ്പെടാത്ത. വപുഷ, വപുസ് ശരീരം, ശരീരം കൊണ്ട് മായയിൽ പ്രവേശിക്കാത്തവൻ എന്നർത്ഥം. സാക്ഷി, സാക്ഷി എന്ന് വെച്ചാൽ കൺമുന്നിൽ കാണുന്നവൻ എന്നർത്ഥം. സാക്ഷി നേരിട്ട് കാണുന്നവൻ എന്നർത്ഥം. സാക്ഷി. സാക്ഷി ഇതി, സാക്ഷി എന്ന് എന്നർത്ഥം. ഇതി വെച്ചാൽ എന്ന്. ഗീതഃ പുകഴ്ത്തപ്പെടുന്നു, ഗാനം ചെയ്യപ്പെടുന്നു. ഭവാൻ അങ്ങ്. ഭേദൈഹി ഭേദങ്ങളാൽ, ഭേദങ്ങളോടെ. ഭേദങ്ങൾ എന്ന് വെച്ചാൽ ഉപാധിഭേദങ്ങൾ എന്നർത്ഥം. വ്യത്യസ്ത ജീവജാലങ്ങളുടെ ശരീരത്തിൽ എന്നർത്ഥം. താം എന്ന് വെച്ചാൽ അതിലേക്ക്, ആ മായയിലേക്ക് എന്നർത്ഥം. താം. ഭേദൈഹി ഭേദങ്ങളോടെ, വ്യത്യസ്ത ഭേദങ്ങളോടെ, ഉപാധിഭേദങ്ങളോടെ എന്നർത്ഥം. താം അതിലേക്ക്, ആ മായയിലേക്ക്. പ്രതിബിംബതഃ പ്രതിബിംബ രൂപത്തിൽ, പ്രതിബിംബത്തിൻ്റെ രൂപത്തിൽ. വിവിശിവാൻ പ്രവേശിച്ചവനായി. ജീവഃ ജീവാത്മാവ്, ജീവൻ ജീവാത്മാവ്.
ജീവോബി ജീവാത്മാവ് തന്നെ. നൈവ അപരഹ അപരഹ ന ഏവ മറ്റൊരാളല്ല. കാലാദി പ്രതിബോധിത കാലാദി കാലം ആദിയായവയാൽ, ആദി എന്ന് വെച്ചാൽ മുതലായവ എന്നർത്ഥം. കാലാദി കാലം മുതലായവ എന്ന് ഉദ്ദേശിക്കുന്നത് മുൻപത്തെ ശ്ലോകത്തിൽ പഠിച്ചിട്ടുണ്ട്. കാല കർമ്മ ഗുണാശ്ച ജീവനിവഹ എന്ന് പഠിച്ചിട്ടുണ്ട്. എന്താണ് കാലം? ആദിയായവ എന്ന് വെച്ചാൽ കാലം, കർമ്മം എന്ന് വെച്ചാൽ സുകൃതമായ കർമ്മം, ദുഷ്കൃതമായ കർമ്മം. ഗുണം എന്ന് വെച്ചാൽ ത്രിഗുണങ്ങൾ, സത്വം രജഹ തമഹ തുടങ്ങിയിട്ടുള്ളത്. പിന്നെ സ്വഭാവം എന്നിവയാൽ ബോധിപ്പിക്കപ്പെട്ട എന്നർത്ഥം, ഉണർത്തപ്പെട്ടത് എന്നർത്ഥം. കാലാദി പ്രതിബോധിത കാലം, കർമ്മം, ഗുണം, സ്വഭാവം എന്നിവയാൽ ബോധിപ്പിക്കപ്പെട്ട, പ്രതിബോധിത. അഥാച അനന്തരം പിന്നെ എന്നർത്ഥം. ഭവത അങ്ങയാൽ, സഞ്ചോദിത പ്രേരിപ്പിക്കപ്പെട്ട, സംചോദിത പ്രേരിപ്പിക്കപ്പെട്ടത് എന്നർത്ഥം. ച ന ച സഞ്ചോദിത ച പ്രേരിപ്പിക്കപ്പെട്ടതുമായ, സ്വയം തന്നെത്താൻ സ്വയമേവ, മായ സ ഖലു സ മായ ആ മായ തന്നെ, ബുദ്ധിതത്വം അസൃജത് ബുദ്ധിതത്വത്തെ അസൃജത് സൃഷ്ടിച്ചു. യഹ അസൗ യാതൊരു അസൗ ആ ബുദ്ധിതത്വത്തെയാണോ മഹാൻ ഉച്യതേ മഹാൻ എന്ന് പറയപ്പെടുന്നു, മഹത്തത്വം എന്ന് പറയുന്നു. ഓരോ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി. ഇനി അതിൻ്റെ അന്വയക്രമത്തിലുള്ള അർത്ഥം നമുക്ക് നോക്കാം. മായാസന്നിഹിത മായയിൽ സന്നിധാനം മാത്രം ചെയ്യുന്നവനും. നമ്മൾ നേരത്തെ പറഞ്ഞു, പരമാനന്ദമൂർത്തിയായിട്ടുള്ള ഭഗവാൻ ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് ആരംഭിക്കുകയാണ്. കണ്ണു തുറന്നു. ആ സമയത്ത് മായയും സൃഷ്ടികർമ്മത്തിലായിട്ട് ചുക്ഷുഭേ ക്ഷോഭിച്ചു, ഇളകി വശായി എന്ന് പറഞ്ഞു. മായ അവിടെ ഉണ്ട്. എന്താണ് മായ എന്ന് വെച്ചാൽ, നമുക്ക് തോന്നും ഇതൊക്കെ ഉണ്ട്, യഥാർത്ഥമാണെന്ന് തോന്നും. പക്ഷേ കുറച്ച് ബോഡി ഉണ്ടാവില്ല, ഒന്നും എല്ലാം നശിച്ചു പോകുന്ന സാധനമായിരിക്കും. അതാണ് മായ എന്ന് പറയണത്. പക്ഷേ ഭഗവാൻ എന്ന് വെച്ചാൽ അത് നശിക്കാത്തൊരു വസ്തുവാണ്. ഭഗവാനാണ് സൃഷ്ടിക്കണത്. മായയുടെ സഹായമുണ്ട്. പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും കേട്ടോ. മായാ സന്നിഹിത മായയിൽ സന്നിധാനം മാത്രം ചെയ്യുന്നവനും. മായയിലേക്ക് സന്നിധാനമുണ്ട്, സാന്നിധ്യമുണ്ട് മായയിലേക്ക്. പക്ഷേ അപ്രവിഷ്ടവപുഷ മായയിലേക്ക് ശരീരം കൊണ്ട് പ്രവേശിക്കാത്തവനാണ്. പ്രവിഷ്ടം എന്ന് വെച്ചാൽ പ്രവേശിക്കപ്പെട്ടത്, അപ്രവിഷ്ടം പ്രവേശിക്കപ്പെടാത്തത്. വപുസ ശരീരം കൊണ്ട് മായയിലേക്ക് പ്രവേശിക്കാത്തവനാണ്. അങ്ങനെയുള്ള ഭവാൻ അങ്ങ് സാക്ഷി ഇതി സാക്ഷി എന്ന് വെറും കാണുന്ന ആൾ മാത്രമാണ്, സാക്ഷിയായിട്ട് മാത്രം നിൽക്കുന്നു എന്ന് ഗീത പുകഴ്ത്തപ്പെടുന്നു. അങ്ങയെ സാക്ഷി എന്ന് പറയുന്നു. എന്താ പ്രത്യേകിച്ച് പറയണത്? അങ്ങ് മായയിലേക്ക് പ്രവേശിക്കുന്നില്ല, എന്നാൽ മായയുടെ സാന്നിധ്യം ഉണ്ട് താനും. അങ്ങ് സാക്ഷി മാത്രമാണ് ഈ സൃഷ്ടിയിൽ കേട്ടോ. അങ്ങനെയുള്ള അങ്ങ് താം ആ മായയിലേക്ക് ഭേദൈഹി ഉപാധിഭേദങ്ങളോടെ ഒരുപാട് വസ്തുക്കളെ സൃഷ്ടിക്കുന്നുണ്ട് അല്ലേ. വ്യത്യസ്തമായിട്ടുള്ള വസ്തുക്കളെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്, ജീവജാലങ്ങളെയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട്. മനുഷ്യർ മാത്രമല്ല, ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ചലിക്കാൻ പറ്റുന്നതും ചലിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് ജീവജാലങ്ങളുണ്ട്. ഇവയെല്ലാം സൃഷ്ടിക്കുക അല്ലേ. പുല്ലും പുഴുക്കളും മരങ്ങളും മനുഷ്യരും പക്ഷികളും മൃഗങ്ങളും അങ്ങനെ ഒരുപാട് ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ മായയാണ് കേട്ടോ. നോക്കൂ, പലതരം സൃഷ്ടിജാലങ്ങളുള്ളത് മായയായിട്ട് നമുക്ക് തോന്നുന്നതാണ് കേട്ടോ. നോക്കൂ, താം ആ മായയിലേക്ക് ഭേദൈഹി ഉപാധിഭേദങ്ങളോടെ പ്രതിബിംബമായിട്ട് വിവിശിവാൻ പ്രവേശിച്ചവനായ ഭവാൻ അങ്ങ് ജീവഹ അഭി ജീവാത്മാവ് തന്നെയാണ്. നൈവ അപരഹ ന മറ്റൊരാളല്ല. ഒരുപാട് സൃഷ്ടിച്ചു, അതിലേക്കൊക്കെ ജീവനായിട്ട് അങ്ങ് പ്രതിബിംബിക്കുകയാണ്. എല്ലാത്തിനും ജീവൻ വന്നു. ആ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെല്ലാം അങ്ങയുടെ പ്രതിബിംബങ്ങൾ മാത്രമാണ്. നൈവ അപരഹ മറ്റൊന്നല്ല, മറ്റൊരാളല്ല. അധ അനന്തരം പിന്നെ കാലാദി പ്രതിബോധിത
കാലം, കർമ്മം, ഗുണം, സ്വഭാവം എന്നിവയാൽ ബോധിപ്പിക്കപ്പെട്ട, ഉണർത്തപ്പെട്ടതും ഭവതാ സഞ്ചോദിത, ഭവാനാൽ അങ്ങയാൽ സഞ്ചോദിത പ്രേരിപ്പിക്കപ്പെട്ടതുമായ സാ മായ, ആ മായ തന്നെ സ്വയമേവ തന്നെത്താൻ ബുദ്ധിതത്വം അസൃജത്, ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. യഹ അസൗ, ആ ബുദ്ധിതത്വമാണ് മഹാൻ ഉച്ചതേ, മഹത്തത്വമെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ സൃഷ്ടിയുടെ ആദ്യത്തെ ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. അതിലൊക്കെ ജീവനായിട്ട് നിൽക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങല്ല, അങ്ങയുടെ പ്രതിബിംബമാണ്. അങ്ങ് അതിനുള്ളിലേക്ക് കടക്കണില്ല. അപ്രവിഷ്ടവപുഷ, പ്രവേശിക്കണമൊന്നുമില്ല. എല്ലാം അങ്ങയുടെ പ്രതിബിംബ രൂപം മാത്രമാണ്. ഉദാഹരണം പറഞ്ഞു ഞാൻ നേരത്തെ, സൂര്യൻ എപ്രകാരമാണോ പല വലുപ്പത്തിലുള്ള കുടങ്ങളിലെ വെള്ളത്തിൽ പ്രതിബിംബിക്കുന്നത്, ജലാശയത്തിൽ പലതരത്തിലുള്ള ജലാശയങ്ങളിലും സൂര്യൻ്റെ പ്രതിബിംബം കാണാൻ സാധിക്കും. പക്ഷേ അതൊന്നും യഥാർത്ഥ സൂര്യനല്ല. ഈ കുടം ഉടഞ്ഞു കഴിഞ്ഞാൽ അവിടെ സൂര്യനെ കാണില്ല. ജലാശയം വറ്റി കഴിഞ്ഞാൽ പിന്നെ അവിടെ സൂര്യനെ കാണില്ല. അപ്പോൾ അതൊക്കെ മായയാണ് നമ്മുടെ. അതുപോലെ നമ്മുടെയൊക്കെ ഉള്ളിലും ഒരു ജീവൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതെന്താണത്? എല്ലാം ആ വലിയ ചൈതന്യമാകുന്ന ഭഗവാന്റെ പ്രതിബിംബമാണ് എന്നാണ് പറയണത്. മനസ്സിലായോ? കാലാദി പ്രതിബോധിതാധ ഭവതാ, കാലം, കർമ്മം, ഗുണം, സ്വഭാവം എന്നിവയാൽ ബോധിപ്പിക്കപ്പെട്ട, ഉണർത്തപ്പെട്ടതും ഭവതാ സഞ്ചോദിത, അങ്ങയാൽ, ഭഗവാനാൽ സഞ്ചോദിത പ്രേരിപ്പിക്കപ്പെട്ടതുമായ സ മായ ഖലു, ആ മായ തന്നെയാണ് സ്വയമേവ തന്നെത്താൻ ബുദ്ധിതത്വം അസൃജത്, സൃഷ്ടിച്ചത്, ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചത്. യഹ അസൗ, യാതൊരു ആ ബുദ്ധിതത്വമാണോ അതിനെ മഹാൻ ഉച്യതേ, മഹാൻ എന്ന് പറയുന്നു. മഹാൻ എന്ന് വെച്ചാൽ മഹത് തത്വം എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമുക്കൊന്നും കൂടി നോക്കാം. മായയോട് അടുത്ത് നിൽക്കുന്നവനും എന്നാൽ മായയിൽ പ്രവേശിക്കാത്ത സ്വരൂപത്തോട് കൂടിയവനുമായ അങ്ങയെ സാക്ഷി എന്ന് പറയുന്നു. അനേക ഭേദങ്ങളോടു കൂടിയ ആ മായയിൽ പ്രതിബിംബമായി പ്രവേശിച്ചിരിക്കുന്ന അങ്ങ് തന്നെയാണ് ജീവൻ, അതായത് ജീവാത്മാവ് എന്ന് പറയപ്പെടുന്നത്, മറ്റൊരാളല്ല. അതായത് സൂര്യൻ്റെ പ്രതിബിംബം വ്യത്യസ്തമായ ജലാശയങ്ങളിൽ പ്രതിബിംബിക്കുന്നത് പോലെ ഭഗവാന്റെ ചൈതന്യം ജീവജാലങ്ങളുടെ ഉള്ളിൽ പ്രതിബിംബിക്കുന്നു. അതാണ് ജീവൻ എന്ന് പറയുന്നത്. അതാണ് അഹം എന്ന് പറയുന്നത്. അഹം എന്ന് വെച്ചാൽ ഞാൻ എന്നർത്ഥം. ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഭഗവാൻ. ഞാൻ എന്ന് പറയുന്ന ആ ജീവാത്മാവാണ്. ജീവാത്മാവ് ഭഗവാൻ തന്നെയാണ്. അതാണ് അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം. അതുപോലെ തത്വമസി എന്നൊക്കെ കേട്ടിട്ടില്ലേ? തത്, അത്, ത്വം നീ, അസി ആകുന്നു. തത് എന്ന് വെച്ചാൽ ആ പരമാത്മ ചൈതന്യമാണ്. ത്വം നീ, അസി ആകുന്നു, നീ ആ പരമാത്മ ചൈതന്യമാകുന്നു. തത് ത്വം അസി, അത് നീയാകുന്നു. ആ പരമാത്മ ചൈതന്യം നിന്നിൽ കാണുന്ന ആ ജീവൻ തന്നെയാണ് എന്നർത്ഥം. അതുപോലെ അഹം ബ്രഹ്മാസ്മി, ഞാൻ ബ്രഹ്മം തന്നെയാണ്. എന്നിലുള്ള ചൈതന്യം എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യത്യസ്ത വസ്തുവല്ല, ഞാൻ ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. ഒന്നുകൂടി പറയാം. മായയുടെ അടുത്തു തന്നെ സ്ഥിതി ചെയ്യുന്ന ഭഗവാൻ ശരീരപ്രവേശം കൂടാതെ സർവത്തെയും പ്രകാശിപ്പിക്കുക നിമിത്തം സർവസാക്ഷി എന്ന് വേദങ്ങളിൽ പറയപ്പെടുന്നു. മായാകാര്യങ്ങളായ എത്ര ഉപാധികളുണ്ടോ അത്രയുമായിട്ട് ആത്മാവിനെ വിഭാഗം ചെയ്ത് പ്രതിബിംബരൂപേണ പ്രവേശിച്ച് അഹം എന്ന അഭിമാനത്തോടെ ഇരിക്കുന്ന, ഞാൻ എന്ന അഭിമാനത്തോടെ ഇരിക്കുന്ന ജീവാത്മാവും അങ്ങ് തന്നെയാകുന്നു. കാലകർമ്മ സ്വഭാവങ്ങളാൽ ചലിപ്പിക്കപ്പെട്ടിരിക്കുന്ന മായ അങ്ങയാൽ പ്രേരിതയായിട്ട് സ്വയം മഹാൻ എന്ന ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ശ്ലോകം ചൊല്ലാം. മായാസന്നിഹിതോ പ്രവിഷ്ടവപുഷാ സാക്ഷീതി ഗീതോ ഭവാൻ ഭേദൈസ്താം പ്രതിബിംബതോ വിവിശിവാൻ ജീവോപി നൈവാപര
കാലാദിപ്രതിബോധിതാഥ ഭവതാ സഞ്ചോദിതാ ച സ്വയം മായാ സാ ഖലു ബുദ്ധിതത്വമസൃജദ്യോസൗ മഹാനുച്യത്തെ. അടുത്ത ശ്ലോകം. തത്രാസൗ ത്രിഗുണാത്മകോऽപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാത്. ഒന്നുകൂടി ചൊല്ലാം. തത്രാസൗ ത്രിഗുണാത്മകോऽപി ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദകഃ ചക്രേസ്മിൻ സവികൽപബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാത്. പദച്ഛേദം നോക്കാം. തത്രാസൗ, തത്ര പ്ലസ് അസൗ, തത്ര പ്ലസ് അസൗ, തത്രാസൗ. ത്രിഗുണാത്മകോപി, ത്രിഗുണാത്മകഃ പ്ലസ് അപി, ത്രിഗുണാത്മകോപി. ച മഹാൻ സത്വപ്രധാനഃ സ്വയം ജീവേസ്മിൻ, ജീവേ പ്ലസ് അസ്മിൻ, ജീവേസ്മിൻ. ഖലു നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദകഃ. നിർവികൽപ്പം പ്ലസ് അഹം പ്ലസ് ഇതി പ്ലസ് ഉദ്ബോധനിഷ്പാദകഃ. നിർവികൽപമഹമിത്യുദ്ബോധനിഷ്പാദകഃ. നിർവികൽപ്പം പ്ലസ് അഹം പ്ലസ് ഇതി പ്ലസ് ഉദ്ബോധനിഷ്പാദകഃ. അടുത്ത വാക്ക് ചക്രേ പ്ലസ് അസ്മിൻ, ചക്രേസ്മിൻ. സവികൽപബോധകമഹം തത്വം, സവികൽപബോധകം പ്ലസ് അഹം തത്വം. മഹാൻ ഖൽവസൗ, ഖലു പ്ലസ് അസൗ, ഖൽവസൗ. സംപുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം, ത്രിഗുണൈഃ പ്ലസ് തമഃ പ്ലസ് അതിബഹുലം. വിഷ്ണോ ഭവൽ പ്രേരണാത്. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെയും അർത്ഥം നോക്കാം. തത്ര അവിടെ എന്നർത്ഥം, തത്ര അവിടെ. അതിൽ എന്നൊക്കെ അർത്ഥമുണ്ട്. അസൗ ഇത്, ഈ എന്നൊക്കെ അർത്ഥം. ത്രിഗുണാത്മകഃ അപി, ത്രിഗുണാത്മകഃ ത്രിഗുണങ്ങളോട് കൂടിയത്. ത്രിഗുണങ്ങൾ ഏതൊക്കെയാ? സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളോട് കൂടിച്ചേർന്നതാണ്. അഭി എന്ന് വെച്ചാൽ എന്നർത്ഥം, കൂടിച്ചേർന്നതാണ് എങ്കിലും എന്നർത്ഥം. ച എന്ന് വെച്ചാൽ എന്നർത്ഥം. മഹാൻ എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം മഹത്തത്വം എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബുദ്ധിതത്വം, അതിനെ മഹത്തത്വം എന്ന് പറയില്ല, മഹത്തായ തത്വം എന്നർത്ഥം. സത്വപ്രധാനഃ, സത്വഗുണ പ്രധാനമായിട്ടുള്ളത്. 3 ഗുണങ്ങളുണ്ട്. ഓരോ ഗുണങ്ങളും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. സ്വയം എന്ന് വെച്ചാൽ സ്വയം തന്നെ അർത്ഥം. ജീവേസ്മിൻ, ജീവേ അസ്മിൻ, അസ്മിൻ ജീവേ, ഈ ജീവനിൽ എന്നർത്ഥം. അസ്മിൻ ജീവേ, ഈ ജീവനിൽ അല്ലെങ്കിൽ ഈ ജീവിയിൽ എന്നർത്ഥം. ഖലു എന്ന് വെച്ചാൽ ആണല്ലോ എന്ന്. നിർവികൽപ്പം, നിർവികൽപ്പം, വികൽപ്പം എന്ന് വെച്ചാൽ സംശയമുള്ളത് എന്നർത്ഥം. നിർവികൽപ്പം വെച്ചാൽ ഒരു വികൽപ്പവുമില്ലാത്ത, ഒരു സംശയവും ഇല്ലാത്ത എന്നർത്ഥം. അഹം ഇതി ഉദ്ബോധനിഷ്പാദക, അഹം ഇതി ഞാൻ എന്ന, അഹം ഇതി ഞാൻ എന്ന ഒരു തോന്നൽ എന്നർത്ഥം. ഉദ്ബോധനിഷ്പാദക എന്ന് വെച്ചാൽ സ്വയമേവ ഉളവാക്കുന്നുവത്രേ. ഉദ്ബോധനിഷ്പാദക എന്ന് വെച്ചാൽ
തോന്നിക്കുന്നു, ഉളവാക്കുന്നു എന്നർത്ഥം. ഞാൻ എന്ന ഒരു തോന്നൽ, ഉദ്ബോധം, ബോധം വരുന്നു, തോന്നിക്കുന്നു എന്നർത്ഥം, ഉളവാക്കുന്നു എന്നർത്ഥം. ചക്രേ എന്ന് വെച്ചാൽ ചെയ്തു എന്നർത്ഥം. അസ്മിൻ ഇതിൽ എന്നർത്ഥം. സവികൽപബോധകം, നേരത്തെ നിർവികൽപ്പം എന്ന് പറഞ്ഞു. നിർവികൽപ്പം വെച്ചാൽ വികല്പമില്ലാത്ത, ഒരു സംശയവും ഇല്ലാത്ത എന്നർത്ഥം. ഇവിടെ സവികൽപ്പ സംശയമുണ്ട്, വികല്പമുണ്ട്, സംശയമുണ്ട് എന്നർത്ഥം. എന്തില്? അഹം തത്വം, ഞാൻ എന്ന തത്വം. ഞാൻ എന്ന തത്വത്തിലൊരു സംശയം ഉണ്ടാവുക, അതിനാണ് സവികൽപബോധകമായ അഹം തത്വം. ഞാൻ എന്ന തത്വത്തിൽ ഒരു സംശയം ഉണ്ടാവുക, ഞാൻ തന്നെയാണോ എന്നുള്ള സംശയം. അസൗ മഹാൻ, ഈ മഹത്തത്വം എന്നർത്ഥം. സമ്പുഷ്ടം, പുഷ്ടി പ്രാപിച്ചത് എന്നർത്ഥം, അതായത് നന്നായി തികഞ്ഞത് എന്നർത്ഥം. തമോതിബഹുലം, തമസ് അതിബഹുലമായത്, തമോ ഗുണം അധികമായിട്ടുള്ളത്. വിഷ്ണു എന്ന് വെച്ചാൽ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, മഹാവിഷ്ണു. ഭവൽ പ്രേരണാത്, അങ്ങയുടെ പ്രേരണ കൊണ്ട്. ഇപ്പം എല്ലാ വാക്കിൻ്റെ അർത്ഥവും പറഞ്ഞു. നമുക്ക് അന്വയക്രമത്തിൽ അർത്ഥം നോക്കാം. തത്ര അസൗ ച മഹാൻ. തത്ര അതിൽ, അതിൽ എന്ന് വെച്ചാൽ മായാകാര്യത്തിൽ. നമ്മൾ നേരത്തെ മായയെ പറ്റിയാണ് പറഞ്ഞ് അവസാനിപ്പിച്ചത് അല്ലേ. മായയിൽ പ്രതിബിംബ രൂപത്തിൽ ഭഗവാൻ അങ്ങനെ പ്രവേശിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അതിൽ, ആ മായാകാര്യങ്ങളിൽ. അസൗ ച മഹാൻ, അസൗ മഹാൻ, ഈ മഹത്തത്വമാകട്ടെ. ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു, ആ ബുദ്ധിതത്വം തന്നെയാണ് മഹത്തത്വം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞല്ലോ. ആ മഹത്തത്വമാകട്ടെ, മായയിൽ പ്രവേശിച്ചിരിക്കുന്ന ആ മഹത്തത്വമാകട്ടെ. ത്രിഗുണാത്മക അഭി, 3 ഗുണങ്ങൾ ഉള്ളതാണ്, 3 ഗുണങ്ങളും ചേർന്നതാണ്. എങ്കിലും സത്വപ്രധാന, സത്വഗുണ പ്രധാനമായിട്ടാണ്, സത്വഗുണം കൂടുതലായിട്ടുള്ളതാണ്. അസ്മിൻ ജീവേ, ഈ ജീവനിൽ, ഈ ജീവിയിൽ. സ്വയമേവ നിർവികൽപ്പം, ഒരു വികല്പവുമില്ലാതെ, ഒരു സംശയവുമില്ലാതെ. അഹം ഇതി, ഞാൻ എന്ന ഒരു തോന്നൽ. ഉദ്ബോധനിഷ്പാദക ഖലു, സ്വയമേവ ഉളവാക്കുന്നുവത്രേ. എന്ന് വെച്ചാൽ മഹത്തത്വം എന്ന് പറഞ്ഞില്ലേ, മഹത്തത്വത്തിന് 3 ഗുണങ്ങളും ചേർന്നതാണ് ഈ മഹത്തത്വം. എങ്കിലും സത്വഗുണ പ്രധാനമായ മഹത്തത്വമാണ്. മഹത്തത്വത്തിൻ്റെ ആ ജീവനാണ് അഹം ബുദ്ധി എന്ന് പറയുന്നത്. അഹം ഇതി, ഞാൻ എന്ന ഒരു തോന്നൽ, അതിൽ യാതൊരു സംശയവും ഇല്ല. അതായത് സത്വഗുണപ്രധാനമായതുകൊണ്ടാണ് ഞാൻ എന്ന ബുദ്ധിക്ക് ഒരു സംശയമില്ലാത്തത്. അടുത്ത വരിയിൽ പറയുന്നത് അസൗ മഹാൻ ഖലു, ഈ മഹത്വത്വം തന്നെ. ഭവൽ പ്രേരണാത്, അങ്ങയുടെ പ്രേരണ ഹേതുവായിട്ട്. അസ്മിൻ, ഈ ജീവിയിൽ, ജീവൻ എന്ന ഈ അവസ്ഥയിൽ. ത്രിഗുണൈഹി സമ്പുഷ്ടം, 3 ഗുണങ്ങളും നിറഞ്ഞതാണ്. എങ്കിലും തമോതിബഹുലം, തമോ ഗുണത്തിന് ആധിക്യമുണ്ടായാൽ. സവികൽപബോധകം, സവികൽപ്പം വെച്ചാൽ വികല്പം സംശയമാണ്. സവികൽപ്പം, വികല്പത്തോടു കൂടിയത്, സംശയത്തോടു കൂടിയത്. ഞാൻ വേറെയാണോ, ഈ പ്രപഞ്ചം വേറെയാണോ എന്ന് തോന്നിപ്പിക്കുന്നതാണ് വികല്പം എന്ന് പറയുന്നത്. സംശയം വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു സത്വഗുണ പ്രധാനമായപ്പോൾ ഞാനെന്ന ബോധം ശരിക്കും വ്യക്തമായിരുന്നു, ഉറപ്പായിരുന്നു, സത്വഗുണപ്രധാനമായതുകൊണ്ട്. നേരെ മറിച്ച് ഇവിടെ തമോ ഗുണപ്രധാനമായതുകൊണ്ട് ഇവിടെ ഞാൻ എന്ന ബോധത്തിന് സംശയം വരുന്നു. സത്വഗുണപ്രധാനമാവുമ്പോൾ ഞാൻ എന്ന ഭാവത്തിന് നിർവികൽപ്പം, ഒരു സംശയവും ഇല്ല. നേരെ മറിച്ച് തമോ ഗുണപ്രധാനമായ ആണ് എങ്കിൽ സവികൽപ്പ ആണ്, സവികൽപ്പബോധമാണ്. അത് വികല്പമുണ്ട്, ഞാൻ വേറെ, ഈ പ്രപഞ്ചം വേറെ എന്ന് തോന്നിപ്പിക്കുന്ന ഒരു വികല്പം. ആ വികല്പത്തിൻ്റെ ബോധം ഉളവാക്കുന്ന അഹന്തത്വം അഹന്തത്വത്തെ, ഞാൻ എന്ന ഭാവത്തെ, അഹങ്കാരത്തെ ചക്ര
ചക്രേ ചെയ്തു സൃഷ്ടിച്ചു. ഒന്നും കൂടി പറയാം. ആ മായാകാര്യങ്ങളിൽ ഈ മഹത്തത്വമാകട്ടെ. അപ്പം മഹത്തത്വത്തെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു. നമ്മൾ നേരത്തെ പറഞ്ഞു ബുദ്ധിതത്വത്തെ സൃഷ്ടിച്ചു. ആ ബുദ്ധിതത്വം തന്നെയാണ് മഹത്തത്വം എന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ ആ മഹത്തത്വമാകട്ടെ സത്വ രജസ് തമോ ഗുണങ്ങൾ ചേർന്നതാണ്. എങ്കിലും സത്വഗുണത്തിന് പ്രാധാന്യം വരുമ്പോൾ ആ ജീവനിൽ നിർവികൽപ്പം, അതായത് ഒരു വികൽപ്പമില്ലാത്ത ഒരു അവസ്ഥ, അഹം എന്ന ഒരു തോന്നൽ, ഇത് ഞാൻ തന്നെയാണ് എന്ന് തോന്നുന്ന ഒരു അവസ്ഥ വരുന്നു, സ്വയമേവ ഉളവാകുന്നു. സത്വഗുണപ്രധാനമായ മഹത്തത്വത്തിൻ്റെ ആ ജീവനാണ് അഹംബുദ്ധി. അഹംബുദ്ധി എന്ന് വെച്ചാൽ ഞാൻ എന്ന ബുദ്ധി. ഞാൻ എന്ന് വെച്ചാൽ എല്ലാം ഈ പ്രപഞ്ചം തന്നെയാണ്, ഈശ്വരൻ തന്നെയാണ് എന്ന് ആണ് സത്വഗുണപ്രധാനമായാൽ തോന്നുക. സത്വഗുണപ്രധാനമായ ഈ അഹം ബുദ്ധി എന്താണ്? ഈശ്വരനാണ് ഞാൻ എന്ന് തോന്നുന്നു. ഞാൻ എന്നതും നീ എന്നതും എല്ലാം ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. എന്നാൽ അല്ലയോ വിഷ്ണു, അങ്ങയുടെ പ്രേരണ ഹേതുവായിട്ട് ഈ ജീവനിൽ ത്രിഗുണങ്ങൾ നന്നായിട്ട് തികഞ്ഞിട്ടുണ്ട്. അതായത് സത്വം രജസ് തമസ് തുടങ്ങിയിട്ടുള്ള ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ സമ്പുഷ്ടമാണ്. എങ്കിലും തമസ്സിനാണ്, തമോ ഗുണത്തിനാണ് പ്രാധാന്യമുള്ളത് എങ്കിൽ അവിടെ സവികൽപ്പബോധമുണ്ടാവും. അതായത് വികല്പമുണ്ട്, സംശയം തോന്നുകയാണ്. അവിടെ ഞാൻ വേറെയാണ്, ഈ പ്രപഞ്ചം വേറെയാണ് എന്ന് തോന്നിപ്പിക്കും. നീ വേറെ, ഞാൻ വേറെ, ആ പ്രപഞ്ചം വേറെ എന്നൊക്കെ തോന്നിക്കും. ആ അഹംബുദ്ധി ഉണ്ടല്ലോ, ആ ഞാനെന്ന ബുദ്ധി, അത് സവികൽപ്പമായിട്ടുള്ള ബുദ്ധിയാണ് എന്നർത്ഥം. സംശയം ഉള്ള ബുദ്ധിയാണ് എന്നർത്ഥം. അതായത് സത്വഗുണപ്രധാനമായിട്ടുള്ള ഈ മഹത്തത്വം ഈ ജീവനിൽ വികൽപ്പമില്ലാത്ത, സംശയമില്ലാത്ത ഞാനെന്ന ജ്ഞാനത്തെ ഉളവാക്കുന്നു എന്ന് തിരിച്ചറിയുന്നവനാണ് ജ്ഞാനി അഥവാ യോഗി. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, ഈ മഹത്തത്വം തന്നെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് 3 ഗുണങ്ങൾ കൊണ്ട് പോഷിപ്പിക്കപ്പെട്ടതാണ്. എങ്കിലും തമോ ഗുണം പ്രധാനമായിട്ട് ഈ ജീവനിൽ വന്നാൽ വികൽപ്പജ്ഞാനമുണ്ടാകുന്നു, സംശയമുണ്ടാകുന്നു. അപ്പോൾ വരുന്ന അഹങ്കാരത്തെ എന്താ പറയുക? ഞാൻ, അതായത് ഞാൻ വേറെ, ഈ പ്രപഞ്ചം വേറെ എന്ന് തോന്നും. സത്വഗുണം പ്രധാനമാണെങ്കിൽ ഞാനും പ്രപഞ്ചവും ഒന്ന് തന്നെ, ഞാനും പരബ്രഹ്മവും ഒന്ന് തന്നെ എന്ന് തോന്നും. ഈ ഞാൻ തന്നെയാണ് ആ പരബ്രഹ്മം, ആ പരബ്രഹ്മം തന്നെയാണ് ഞാനെന്ന് തോന്നും. നേരെ മറിച്ച് തമോ ഗുണം ഏറുമ്പോൾ തോന്നും ഞാൻ വേറെ, അങ്ങ് വേറെ, പ്രപഞ്ചം വേറെ എന്ന് തോന്നും. അതാണ് ഇതിൻ്റെ അർത്ഥം. മനസ്സിലായോ? നമുക്കൊരു വട്ടം ചൊല്ലാം. തത്രാസൗ ത്രിഗുണാത്മകോപി ച മഹാൻ സത്വപ്രധാനസ്വയം ജീവേസ്മിൻ ഖലു നിർവികൽപ്പമഹമിത്യുദ്ബോധനിഷ്പാദക ചക്രേസ്മിൻ സവികൽപ്പബോധകമഹം തത്വം മഹാൻ ഖൽവസൗ സമ്പുഷ്ടം ത്രിഗുണൈസ്തമോതിബഹുലം വിഷ്ണോ ഭവൽ പ്രേരണാത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 5ാമത്തെ ശ്ലോകവും കഴിഞ്ഞു. വീണ്ടും 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 വായിച്ച് അർത്ഥം പഠിച്ച് വീണ്ടും വായിച്ച് വരുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾ തളരൊന്നും വേണ്ട, വിഷമിക്കണ്ട. നന്നായിട്ട് വായിച്ചാൽ മതി. കുറേ പ്രാവശ്യം വായിക്കുമ്പോൾ നമുക്ക് ഓക്കെ ആവും. ഓക്കെ.